മെറ്റായും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഒക്കെ ഭരിക്കുന്ന ലോകം, ഇന്ത്യയിലെ ഒരു ട്രെയിൻ എങ്ങനെ ചിന്തിച്ചു എന്നൊന്ന് ആലോചിച്ചു നോക്കൂ. റേഷൻ കടകളിൽ, എല്ലാ റേഷൻ കടകളിലും സെൽഫി പോയിന്റ് വേണം പ്രധാനമന്ത്രിയുടെ. അതുപോലെ തന്നെ റേഷൻ കൊടുക്കുന്ന ഉൽപ്പന്നങ്ങൾ വയ്ക്കുന്ന സഞ്ചികളിലൊക്കെ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ വേണം. ഇതൊക്കെ കേട്ട് നമ്മുടെ ട്രെയിനുകൾ പോലും അന്തം വിട്ടു നിൽക്കുകയാണ്. അങ്ങനെ ഇരിക്കുകയാണ് ഒരു ട്രെയിൻ തോന്നിയത്, ഇനി എന്നെ കൊണ്ടുപോകുന്ന പൈലറ്റ് ചെല്ലുന്ന എല്ലാ സ്റ്റേഷനിലും ഞാനോ ഇഷ്ടം പോലെ സാധന സാമഗ്രികൾ കയറ്റി കയറി ഇറങ്ങി കഷ്ടപ്പെടുന്നു. പക്ഷെ എൻ്റെ കഷ്ടപ്പാടൊന്നും വകവെക്കാതെ എന്നെ ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോകുന്ന പൈലറ്റ്, ലോക്കോ പൈലറ്റ് എല്ലായിടത്തും സെൽഫി പോയിന്റ് ഒക്കെ വെച്ച് അവിടെ ഈ ഉൽപ്പന്നങ്ങളൊക്കെ എത്തിക്കുന്നതിന്റെ ക്രെഡിറ്റ് മുഴുവൻ അയാൾക്ക് വേണമെന്ന് പറഞ്ഞ് അയാളുടെ ഫോട്ടോയും ഒക്കെ അവിടെ ഒട്ടിച്ചു വെച്ചാലോ എന്നൊക്കെയുള്ളൊരു ഭയം തോന്നി. എങ്കിൽ പിന്നെ ഈ ലോക്കോ പൈലറ്റിനെ ഓവർടേക്ക് ചെയ്ത് ഞാൻ തനിയെ അങ്ങ് യാത്ര ചെയ്താലോ, എൻ്റെ മാത്രം ക്രെഡിറ്റ് അല്ലേ എല്ലാ സ്റ്റേഷനുകളും പിന്നിട്ട് എൻ്റെ ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേരുന്നത് എന്നൊരു തീരുമാനം എടുത്ത് നമ്മുടെ ട്രെയിൻ എവിടെ നിന്ന് എവിടേക്കാണ് പോയത്? ജമ്മുവിലെ കഡ്വായിൽ നിന്ന് പഞ്ചാബിലെ ഹോഷിയാർപൂർ വരെ ഒറ്റ ഓട്ടമായിരുന്നു. അതായത് ഏകദേശം 84 കിലോമീറ്റർ. രാവിലെ 7:30 കഡ്വായിൽ നിന്ന് സ്വയം സ്റ്റാർട്ടായി പോകുന്നു. അവസാനം പഞ്ചാബിലെത്തി നിൽക്കുന്നു. അപ്പൊ എന്താ വളരെ രസകരമായിട്ട് തോന്നുന്നില്ലേ? ഒരു ട്രെയിനിന് പോലും അങ്ങനെ തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഇനി ഇവിടെ ആകാശത്തിൽ പാറിപ്പറക്കുന്ന പക്ഷികൾക്കും ഒക്കെ തോന്നും ഈ സെൽഫി പോയിന്റ് ഞാനൊന്ന് സെൽഫി പോയിന്റ് നിന്നാലോ, എനിക്ക് മനുഷ്യരുടെ കൂടെ നിന്നുകൂടെ, എനിക്ക് അവരുടെ ആഹാരത്തിന്റെ ഞാനാണ് അതിന്റെ കാരണക്കാരൻ എന്ന് പറഞ്ഞുകൂടെ എന്നൊക്കെ പക്ഷി മൃഗാദികൾക്കും ഒക്കെ ഒരു പക്ഷെ തോന്നുന്ന, അതായത് നമ്മൾ ഒരിക്കലും കേട്ടിട്ടില്ല 1947 മുതൽ ഇന്ന് വരെ എന്ന് പറയേണ്ട 1966 റേഷനിങ് സമ്പ്രദായം ഇന്ത്യയിൽ തുടങ്ങുന്നത്. പട്ടിണിക്ക് എഗൻസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും വലിയ ആയുധമായിട്ടാണ് റേഷനിങ് സമ്പ്രദായം കൊണ്ടുവന്നത്. അത് കൊണ്ടുവന്ന കാലം മുതൽ ഇന്ന് വരെ ഇന്ത്യയെ ഭരിച്ച ഒരു ഭരണാധികാരിക്കും തോന്നാത്ത ഒരു തോന്നലാണ് റേഷൻ കടയിൽ സെൽഫി പോയിന്റ് വേണം പ്രധാനമന്ത്രിയുടെ, റേഷൻ കൊടുക്കുന്ന സഞ്ചികളിൽ അദ്ദേഹത്തിന്റെ ചിത്രം വേണം, ഇങ്ങനെയൊക്കെയുള്ള പിടിവാശികൾ ഉണ്ടായത് ഇപ്പോൾ മാത്രമാണ്. അപ്പം ഇത് കണ്ടാല് ട്രെയിൻ എന്ന് മാത്രമല്ല, അതായത് സചേതന അചേതന വസ്തുക്കൾക്ക് എല്ലാം തന്നെ ഒരു 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 മരവിപ്പ് തോന്നും. അതായത് മരവിപ്പല്ല, ഒരു പക്ഷേ എതിർപ്പിൽ നിന്ന് ഉടലെടുക്കുന്ന ഒരു മരവിപ്പ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഭരണാധികാരികൾ തരം താഴുന്നത് എന്ന ഒരു ഫീലിംഗ് അചേതന വസ്തുക്കൾക്ക് പോലും വന്നുകൂടായികയില്ല എന്നതുകൊണ്ടാകാം നമ്മുടെ ട്രെയിൻ വച്ചുപിടിച്ച് തനിയെ മുന്നോട്ട് പോയത്. അപ്പൊ ഇത് ട്രെയിൻ തനിയെ മുന്നോട്ട് പോയി എന്ന് പറയുമ്പോൾ ഇത്തരം ഒരു രസം പൊട്ടിക്കുക എന്നുള്ളതല്ല എൻ്റെ ലക്ഷ്യം. ഇന്ന് ഇന്ത്യൻ റെയിൽവേ എവിടെ എത്തി നിൽക്കുന്നു എന്ന് ചൂണ്ടിക്കാണിക്കലാണ് എൻ്റെ ലക്ഷ്യം ഇവിടെ. ഞാൻ ഓർക്കുകയാണ്, 2012 അന്ന് കാക്കോദ്കർ കമ്മിറ്റി, ഒരു റെയിൽവേ കമ്മിറ്റി, മമതാ ബാനർജി റെയിൽ മന്ത്രി ആയിരിക്കുമ്പോഴാണ് അങ്ങനെ ഒരു കാക്കോദ്കർ കമ്മിറ്റി അപ്പോയിന്റ് ചെയ്യുന്നത്. ആ കമ്മിറ്റി എന്തായിരുന്നു പഠനത്തിൽ പറഞ്ഞത്? ഇന്ത്യയുടെ റെയിൽവേ സിസ്റ്റം അലകും പിടിയും മാറ്റണം എന്ന് വെച്ചാല് റെയിൽ ട്രാക്കുകൾ തൊട്ട് ഒരുപാട് മെയിൻ്റനൻസ് ഓപ്പറേഷൻസ് ആവശ്യമാണ്, വലിയ തരത്തിലുള്ള നവീകരണ പ്രക്രിയ ആവശ്യമാണ്. അതുപോലെ തന്നെ ലോക നിലവാരത്തിലുള്ള സിഗ്നലിംഗ് സമ്പ്രദായം ഇന്ത്യയിൽ കൊണ്ടുവരണം. തീർന്നില്ല, അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ശുപാർശയായിരുന്നു വളവുകൾ നികത്തണം. കാരണം ഈ വളവുകൾ കാരണമാണ് ഇന്ത്യൻ റെയിൽവേക്ക് ഓടാൻ കൂടുതൽ സമയം വേണ്ടി, അതായത് അതിന് ഓടാവുന്ന മാക്സിമം സ്പീഡിൽ ഓടാൻ കഴിയാത്തത് വളവുകൾ നിമിത്തമാണ്. അപ്പോൾ ഈ വളവുകളൊക്കെ നിവർത്തിയെടുത്ത് ഇന്ത്യൻ റെയിൽവേയെ അന്തർദേശീയവൽക്കരിക്കണം, അതായത് അന്തർദേശീയ സ്റ്റാൻഡേർഡിലേക്ക് ഉയർത്തണം. ഇതിനൊക്കെ വേണ്ടി ലക്ഷം കോടി രൂപ ഈ വർഷം തന്നെ 2012 തന്നെ ചെലവഴിക്കണം. തുടർന്ന് അങ്ങോട്ട് വരുന്ന ഏതാനും വർഷങ്ങളിലൂടെ അതുപോലെ വലിയ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തി
റെയിലിന്റെ അലകും പിടിയും മാറ്റണം എന്നാണ് അദ്ദേഹം എഴുതി കൊടുത്തത്. അങ്ങനെ മാറ്റാനുള്ള തീരുമാനങ്ങളൊക്കെ ആയിട്ട് വരുമ്പോഴേക്കാണ് 2014 ഭരണം മാറുന്നത്. BJP ഗവൺമെന്റ് ഭരണത്തിൽ വന്ന ഉടനെ തന്നെ എന്താണ് ചെയ്തത്? വിവേക് ദെബ്രോയ് എന്ന അവരുടെ ഒരു പ്രിയപ്പെട്ടവനെ വലിയ എന്താണ് ഈ റെയിൽവേ കമ്മിറ്റിയുടെ ഒരു റെയിൽവേ കമ്മിറ്റി തന്നെ അപ്പോയിന്റ് ചെയ്യുന്നു. കമ്മിറ്റി ചെയർമാനായിട്ട് വിവേക് ദെബ്രോയെ അപ്പോയിന്റ് ചെയ്യുന്നു. വിവേക് ദെബ്രോയ് കമ്മിറ്റി 2014 തന്നെ റിപ്പോർട്ട് സമർപ്പിക്കുന്നു. അതിനകത്ത് പറഞ്ഞിരുന്നതോ എന്താണ് കാക്കോദ്കർ കമ്മിറ്റി അരുത് എന്ന് പറഞ്ഞിരുന്നത് അതാണ് ഊന്നൽ കൊടുത്ത് വിവേക് ദെബ്രോയ് കമ്മിറ്റി ചൂണ്ടിക്കാട്ടിയത്. അതായത് അലകും പിടിയും മാറ്റണമെന്നല്ല, അലകും പിടിയും സ്വകാര്യവൽക്കരിക്കണം എന്നായിരുന്നു വിവേക് ദെബ്രോയ് കമ്മിറ്റി ചൂണ്ടിക്കാണിച്ചത്. എന്ന് വെച്ചാൽ എങ്ങനെയാണ്? അതായത് ആദ്യം ചെയ്യേണ്ടത് അതായത് റെയിൽ ബജറ്റ് നിർത്തലാക്കുക. റെയിൽ ബജറ്റ് നിർത്തലാക്കി റെയിൽ അതിനെ കോമൺ ബജറ്റിന്റെ ഒരു ഭാഗമാക്കുക. രണ്ടാമത്തെ പ്രധാനപ്പെട്ട നിർദ്ദേശം റെയിൽ മന്ത്രാലയത്തെ ട്രാൻസ്പോർട്ട് മന്ത്രാലയത്തിന്റെ ഭാഗമാക്കി മാറ്റുക. മൂന്നാമത്തെ നിർദ്ദേശം അതായത് റെയിൽവേ ക്യാന്റീൻ സർവീസ് സ്വകാര്യവൽക്കരിക്കുക. നാലാമത്തത് അതായത് ഇനി വരും ഘട്ടങ്ങളിൽ റെയിൽവേയിൽ വരേണ്ട എല്ലാ വികസനവും സ്വകാര്യ വൽക്കരണത്തിലൂടെ നേടുക. പുതിയ റിക്രൂട്ട്മെന്റ്സ് കഴിവതും നിർത്തലാക്കുക. ഇങ്ങനെയുള്ള കുറെ നിർദ്ദേശങ്ങൾ. ഏറ്റവും അവസാനത്തെ നിർദ്ദേശം എന്ന് പറഞ്ഞാൽ റെയിൽവേ പ്ലാറ്റ്ഫോമിലെ എന്താ പറയുക വാട്ടർ സപ്ലൈ സ്കീമിൽ നിന്ന്, അതായത് പൈപ്പിലൂടെ എടുക്കാൻ കഴിയുന്ന ജലം, ആ ജലത്തിന് പോലും പൈസ ഈടാക്കുക. ഈ തരത്തിലുള്ള നിർദ്ദേശങ്ങളായിരുന്നു വിവേക് ദെബ്രോയ് കമ്മിറ്റി കൊണ്ടുവന്നത്. ആദ്യ നിർദ്ദേശം, അതായത് ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശം, ഒരുപക്ഷെ റെയിൽവേ സിസ്റ്റത്തിനെ ഞെരിച്ചു കൊല്ലുന്ന നിർദ്ദേശം അതായിരുന്നു റെയിൽവേ ബജറ്റ് ഇല്ലാതെയാക്കുക. റെയിൽവേ ബജറ്റ് ഇല്ലാതെയാക്കി 2014-15 ബജറ്റിൽ തന്നെ ആദ്യത്തെ ബജറ്റ് റെയിൽവേ ബജറ്റ് ഉണ്ടായിരുന്നു. സെക്കൻഡ് ബജറ്റ് നരേന്ദ്രമോദിയുടെ രണ്ടാമത്തെ ബജറ്റിന്റെ സമയമാകുമ്പോഴേക്ക് റെയിൽവേ ബജറ്റ് പ്രത്യേകമായിട്ടില്ല. അത് നമ്മുടെ ജനറൽ ബജറ്റിന്റെ ഒരു ഭാഗമായി മാറിക്കഴിഞ്ഞിരുന്നു. അങ്ങനെയുള്ള എല്ലാ നിർദ്ദേശങ്ങളും പടിക്ക് പടി ഘട്ടം ഘട്ടമായിട്ട് ഒരുപക്ഷെ അതിശീഘ്രം തന്നെ നടപ്പിലാക്കി. ആ നടപ്പിലാക്കുന്നതിന്റെ എന്താണ് അതിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് എന്നുള്ളതാണ് നമ്മുടെ ഇന്ന് ഈ ലോക്കോ പൈലറ്റ് ഇല്ലാതെ തന്നെ ട്രെയിൻ സ്വയം ഓടിയ ഒരവസ്ഥ സംജാതമായത്. അതായത് ട്രെയിനുകൾക്ക് കൊടുക്കേണ്ട മെയിൻ്റനൻസ് കൊടുക്കുന്നില്ല, അവിടെ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. ഓർമ്മിക്കണം, ഏഷ്യയിലെ ഏറ്റവും വലിയ തൊഴിൽ ദാതാവായിരുന്നു ഇന്ത്യൻ റെയിൽവേ. 11 ലക്ഷം മുതൽ 16 ലക്ഷം വരെ തൊഴിലുണ്ടായിരുന്ന സ്ഥലത്താണ് ഇപ്പോൾ അത് ചുരുങ്ങി ഏതാനും ലക്ഷങ്ങളിലേക്ക് തൊഴിൽ സാധ്യതകൾ നമ്പറുകൾ ചുരുങ്ങിയിരിക്കുന്നു. ആ തരത്തിൽ റെയിൽവേയെ ഇല്ലാതെയാക്കിയ ക്രെഡിറ്റ് നരേന്ദ്രമോദിക്കാണ്. അപ്പോൾ ഇപ്പോഴത്തെ ലോക്കൽ പൈലറ്റ് അതായത് അദ്ദേഹം ഡ്യൂട്ടി ചേഞ്ചിന് വേണ്ടിയിട്ടാണ് വണ്ടി നിർത്തിയിട്ടിട്ട് ഇറങ്ങിയത്. ശരി തന്നെ, ഒരുപക്ഷെ ഇറക്കത്തിലാണ് വണ്ടി കിടന്നിരുന്നത്, അതുകൊണ്ടാണ് തനിയെ ഓടിയത് എന്നൊക്കെ പറയുന്നു. അതൊക്കെ ശരി തന്നെയായിരിക്കും. പക്ഷേ അത്ര കെയർലെസ് ആയിട്ട് ഒരു ട്രെയിൻ 86 കിലോമീറ്റർ ഓടുക, അപകടങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി? നാം ഓർമ്മിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇത്തരുണത്തിൽ. റെയിൽവേ അത്ര കാര്യക്ഷമത കുറഞ്ഞ ഒരു വകുപ്പായി തീർന്നിരിക്കുന്നു. അതായത് ആർക്കും വിശ്വസിക്കാൻ കൊള്ളാത്ത, നമുക്കറിയാം ഈ വർഷം തന്നെ ഇതിനു മുൻപ് നടന്ന അപകടങ്ങൾ നമുക്കറിയാം. അപ്പൊ അങ്ങനെ അപകടങ്ങൾ എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാവുന്ന തരത്തിലേക്ക് റെയിൽവേ താഴ്ത്തപ്പെട്ടു. റെയിൽവേയുടെ മഹത്വം നഷ്ടപ്പെട്ടു. അതിന്റെ തൊഴിൽ ദാതാവ് എന്ന അതിന്റെ ആ അവസ്ഥ അതും എല്ലാം നഷ്ടപ്പെട്ടു പോയി. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലും എന്താണ് നമ്മുടെ റെയിൽവേ മന്ത്രി ചെയ്യാനിരിക്കുന്നത്? അതായത് അദ്ദേഹം ഓർമ്മിക്കണം, ഉള്ളിയുടെ വില കൂടിയതിന്റെ പേരിൽ സിവിൽ സപ്ലൈസ് മിനിസ്റ്റർ ആയിരുന്ന AK ആന്റണി രാജിവെച്ച രാജ്യമാണിത്. ഒരു ട്രെയിൻ അപകടം ഉണ്ടായതിന്റെ പേരിൽ ലാൽ ബഹദൂർ ശാസ്ത്രി അന്നത്തെ റെയിൽ മന്ത്രി രാജിവെച്ച രാജ്യമാണിത്. അപ്പോൾ ഇവിടെയും ഒരു ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ വകുപ്പില്ലേ?
ആ വകുപ്പിൽ ഒരു റെയിൽ മന്ത്രിയില്ലേ, ആ മന്ത്രിക്കും രാജിവെക്കുന്നതിനെ പറ്റി ആലോചിച്ചുകൂടെ? ഇത്രയൊക്കെ ഉള്ള ഒരു രാജ്യത്ത് ഇത്രയും ഡെമോക്രസിയെ, അതായത് താഴേക്ക് ഡെമോക്രസി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തില് ഒരു ശകലം മര്യാദയെങ്കിലും ഉണ്ടെങ്കിൽ, ഡെമോക്രാറ്റിക് എന്താ പറയുക, നീതി സ്വല്പമെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ മന്ത്രി രാജിവെച്ചാണ് ഇതിനോട് പ്രതികരിക്കേണ്ടത്.